ഇന്ന് പുറത്തു കൊണ്ടുവന്ന ഇ പി ജയരാജൻ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. വിവാദമായതോടെ തള്ളിപ്പറഞ്ഞെങ്കിലും CPIM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ് ആത്മകഥാ വിവാദം. ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നതും ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നതുമാണ് CPIM-നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത്. 6 പതിറ്റാണ്ട് കാലത്തെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഇ പി ജയരാജൻ്റെ ആത്മകഥ സാധാരണ നിലയിൽ CPIM-ന്റെ രാഷ്ട്രീയ ചരിത്രമായി കൂടി മാറേണ്ടതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം പുറത്തു വന്ന ആത്മകഥ പാർട്ടിയെ പല വിധത്തിൽ പ്രതിരോധത്തിലാക്കുന്നതായി. രാഷ്ട്രീയം തന്നെയാണ് അതിൽ പ്രധാനം. കോൺഗ്രസിൽ വിമത ശബ്ദമുയർത്തിയ നേതാവിനെ ഒറ്റരാത്രി കൊണ്ട് മറികടനം ചാടിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിനെ ചോദ്യം ചെയ്യുന്നത് മറ്റാരുമല്ല, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തന്നെ. 20-ന് വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട്ട് ഇത് വൻതോതിൽ പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പാണ്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ വീണ്ടും ന്യായീകരിക്കുന്നതാണ് ഇ പിയുടെ ആത്മകഥ CPIM-നുണ്ടാക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി. മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും പരസ്യമായി തിരുത്തിയ 5 BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പ്രസ്താവനയും ആത്മകഥയിൽ ന്യായീകരിക്കുന്നുണ്ട്. അതും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ CPIM-നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നു. രാഷ്ട്രീയമായി മാത്രമല്ല, ഇ പിയുടെ ആത്മകഥ സംഘടനാപരമായും CPIM-നെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇതിൽ ഗുരുതരമായ കാര്യം. കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ നടപടി സ്വീകരിച്ചുവെന്ന ആത്മകഥയിലെ പരാമർശം പാർട്ടി തീരുമാനത്തെ പരസ്യമായി തള്ളുന്നതിന് തുല്യമാണ്. ലോട്ടറി രാജാവിൽ നിന്ന് മുഖപത്രത്തിനു വേണ്ടി പണം കൈപ്പറ്റിയത് പാർട്ടി ചർച്ച ചെയ്തതാണെന്ന പരാമർശമാണ് മറ്റൊരു തലവേദന. ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന ഇ പി ജയരാജന് ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് വിലയിരുത്തി ആ സ്ഥാനത്ത് നിന്ന് നീക്കിയ സംഭവത്തിലാണ് ആത്മകഥ പുതിയ ഭാഷ്യം ചമയ്ക്കുന്നത്. ഇതും ഫലത്തിൽ പാർട്ടി തീരുമാനം തള്ളിപ്പറയലാണ്. ഏരിയ തലത്തിലേക്ക് കടന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് വൻതോതിൽ ചർച്ചയാകും. പുസ്തകം ഇടുന്നത് അറിയിക്കേണ്ടതില്ലെങ്കിലും പ്രസിദ്ധീകരിക്കുന്നത് അറിയിക്കാത്തത് പാർട്ടി രീതികൾക്ക് നിരക്കുന്നതല്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടർന്നുകൊണ്ടിരിക്കെ ഇ പി ഇത്തരമൊരു ഉദ്യമത്തിൽ തുനിഞ്ഞതും പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.